വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കുറേ അങ്ങനെ ഡെയിലി വ്ളോഗ്സ് ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടൊന്ന് പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച് ഇന്നത്തെ ഒരു വ്ളോഗായിട്ട് എടുക്കാം. പിന്നെ ഇന്ന് ഗോട്ട് മൂവി കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ റിലീസിങ് ആയിരുന്നു. അപ്പം ഇന്ന് മക്കൾക്ക് രണ്ടുപേർക്കും ഇന്ന് എക്സാംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ പോയില്ല, ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും കൊടുക്കണേ, അവസാനം എല്ലാവർക്കും കൊടുക്കണേ. അങ്ങനെ നമ്മൾ പ്രബീഷിന്റെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. എന്തൊരു സ്നേഹാന്നറിയോ രണ്ടുപേരുടെ. കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് അടിയിടുന്ന ടീംസാണ്. കുറച്ച് ഭക്ഷണമൊക്കെ ആക്കി, പിന്നെ കുറച്ച് കറിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു തിരക്കിൽ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ റെഡി ആയിട്ട് നമ്മൾ മൂവി പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കം മസ്റ്റാണ് കേട്ടോ. ധ്യാനം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂവി കാണാൻ ഉദ്ദേശിച്ചിരുന്നത് വൈവ കുളാഷ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ചൊരു ലേറ്റ് ആവുന്നുണ്ട്. നമ്മളൊന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്നു. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന ഷോറൂം. അങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു വന്നു. ഷോയ്ക്ക് കയറാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ നോക്കുമ്പോഴേക്ക് അതെല്ലാം സീറ്റെല്ലാം ഫില്ലായി പോയിട്ടുണ്ടായിരുന്നു, എല്ലാം ബുക്കായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം നമ്മളിനി 6:30 ഒരു ഷോ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 3/4 മണിക്കൂറോളം ഉണ്ട്. നമ്മൾ 6:30 ഷോയ്ക്ക് കയറാനാണ് പോകുന്നത്. അപ്പം അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. പണ്ട് ജലന്ധറിലുണ്ടായിരുന്നവർക്ക് അറിയാമായിരിക്കും, ഈ ഒരു വിവാ കുളാഷ് മോളും പിന്നെ ഒരു MBD മോളും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരു 10-11 കൊല്ലം മുമ്പ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഈ ജലന്ധറിലേക്കും ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. പക്ഷേ ഈ മോളിന് എന്താ പറ്റിയേ മനസ്സിലാവുന്നില്ല. ഇവിടെ വേറെ ഒരു ഷോപ്പും ഉണ്ടായില്ല. ഈ ഒരു GRD സിനിമാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ചെറിയൊരു പേടിയൊക്കെ തോന്നി. മൂവി കാണാൻ ആളുണ്ട്, എന്നാലും ഒരു ഇൻസെക്യൂരിറ്റി തോന്നി കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ നമ്മളൊരു വെള്ളമൊക്കെ വാങ്ങിച്ച് മൂവിക്ക് കയറിയിട്ടുണ്ടായി. ഇത് ഇൻ്റർവെല്ലിന് നമ്മൾ പോപ്കോൺ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ മൂവിയൊക്കെ തിരക്കേടില്ലായിരുന്നു. നമ്മൾ ഫിനിഷ് ആക്കിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് ധ്യാൻ പറയാണ്, ഫ്രണ്ടിൽ പോകുന്ന പയ്യൻ്റെയും ഡാഡിയുടെയും മുടി സെയിം ആണെന്ന് പറയുമായിരുന്നു കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായി. പിന്നെ നമ്മൾ വിചാരിച്ചു ഈസ്റ്റ്വുഡ് വില്ലേജിൽ പോകാൻ വിചാരിച്ചു. ഇവർക്ക് വണ്ടിയിൽ കളിക്കണം എന്ന് പറയുന്നുണ്ടായി. അങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല വൈബാണ് കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ വന്നാൽ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവർ വന്നപാട് ഓരോ വണ്ടിയിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. അവർ വണ്ടി ഓടിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്. ഇത് ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ ഒരു ക്യാമൽ റൈഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അത് കണ്ടിട്ടില്ല, മക്കൾ രണ്ടും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവർ വണ്ടിയൊക്കെ ഓടിച്ചു വന്നു. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിലോട്ട് പോയപ്പോൾ കേട്ടോ, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്തോ മേള എക്സിബിഷനും എന്തോ നടക്കുന്നുണ്ടായിരുന്നു. ലേഡീസിൻ്റെ കുർത്തി പിന്നെ ജ്വല്ലറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് അടയ്ക്കായിരുന്നു കേട്ടോ അത്. പിന്നെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഗണേശ് വിഗ്രഹമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടയ്ക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്ക്. പിന്നെ ഇവിടെ നിൽക്കാൻ നല്ലൊരു വൈബാണ് കേട്ടോ. ഈ ഈവനിങ് സമയത്ത് ഇവിടെ മ്യൂസിക്കൊക്കെ കേട്ട് അപ്പോഴത്തേക്ക് ഇവർ അടുത്ത വണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴേക്ക് നമ്മൾ വിചാരിച്ചു വേഫിൾസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ബെൽജിയം വേഫിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ. അപ്പോഴത്തേക്ക് ധ്യാനിങ്ങനെ സ്നേഹം തുളുമ്പി നിൽക്കുന്നതായിരുന്നു. അത് 2 മിനിറ്റ് കഴിയുമ്പോൾ അടി ഇടകൂടാനുള്ള വഴക്കിടാനുള്ള ഒരു മൂഡാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് ധ്രുവാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന. ഈ വേഫിൾ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരുടെ, ഭയങ്കര സ്നേഹമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടിയാണ്. ചെറുതാണെ നല്ലതായിട്ട് ഉപദ്രവിക്കും. അവനെ ഉപദ്രവിക്കും, നമ്മളെ ഉപദ്രവിക്കും, എല്ലാവരെയും ഉപദ്രവിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വേഫിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ബെൽജിയം ചോക്ലേറ്റ് വേഫിൾസ് അങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ഒരെണ്ണം കഴിച്ചു. ഞാനും ധ്യാനും കൂടി ഒരെണ്ണം കഴിച്ചു. ധ്രുവ് ഒരെണ്ണം കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.